ഹലോ വെൽക്കം ടു വിങ്സ് ടു ലവ്. ഈ വീഡിയോയിൽ MEG40 സീതാൻശു യശസ് ചന്ദ്രയുടെ ഓർഫസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയമാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പോയറ്റിനെ കുറിച്ച് ഡീൽ ചെയ്യാം. അദ്ദേഹം ഒരു ഡ്രമാറ്റിസ്റ്റാണ്, ക്രിട്ടിക്കാണ്, ഒരു ഗുജറാത്തി പോയറ്റാണ്. ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടായ അദ്ദേഹം 2 വർഷത്തിന് ശേഷം ലിറ്ററേച്ചറിലോട്ട് സ്വിച്ച് ഓവർ ചെയ്യുകയായിരുന്നു. ദെൻ ഹി കംപ്ലീറ്റഡ് ഹിസ് MA in 1965 ആൻഡ് ഓൾസോ ഹി ഹോൾസ് എ ഡോക്ടറേറ്റ് ഇൻ കമ്പറേറ്റീവ് ലിറ്ററേച്ചർ. ഇനി നമുക്ക് പോയത്തിലോട്ട് മൂവ് ചെയ്യാം. ഓർഫസ് എന്ന് പറയുമ്പോൾ ഹി വാസ് എ ചാമിങ് യങ് മാൻ ഫ്രം ഗ്രീക്ക് എപ്പിക് പോയറ്റ് ഹു ലവ് ടു പ്ലേ എ മാജിക് ലയർ. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഈ മ്യൂസിക് എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്നുള്ള ബേർഡ്സ്, ബീസ്റ്റ്, ഫ്ലവേഴ്സ്, ട്രീസ്, റോക്സ് ആൻഡ് റിവേഴ്സിനൊക്കെ എൻചാൻറ്റഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓർഫസ് വാസ് മാഡ്ലി ഇൻ ലവ് വിത്ത് യൂറിഡസിയുമായിട്ട് ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ യൂറിഡസിനെ അരിസ്റ്റോവസ് എന്ന് പറഞ്ഞിട്ടൊരു ആൾക്കും ഇഷ്ടമുണ്ടായിരുന്നു. ഓൺ ദ ഡേ ഓഫ് യൂറിഡസീസ് വെഡ്ഡിങ് നമ്മുടെ അരിസ്റ്റോവസ് അവളെ ചേസ് ചെയ്യാണ്. ആൻഡ് ഷീ റാൻ ഫോർ ഹെർ ലൈഫ്. ഓൺ ദ വേ ഷീ സ്റ്റംബിൾഡ് അപ്പോൺ എ സ്നേക്ക്. ആ ഒരു ദേഷ്യത്തിൽ നമ്മുടെ സ്നേക്ക് തിരിച്ചു കടിക്കുകയും അവൾ അറ്റ് ദ സെയിം ടൈം മരിക്കുകയാണ്. ബട്ട് നമ്മുടെ ഓർഫസിന് ഈ യൂറിഡസിയുമായിട്ടുണ്ടായിരുന്ന ആ ഒരു കണക്ഷൻ, ആ ഒരു ലവ് എന്ന് പറയുന്നത് പ്യുവറായിരുന്നു. അദ്ദേഹം ഹീ ഫോളോഡ് ഹെർ ടു ഹേറ്റ്സ് ദ അബോർഡ് ഓഫ് ഡിപ്പാർട്ടഡ് സ്പിരിറ്റ്, ദ വേൾഡിലോട്ട് അവളെ തേടി നമ്മുടെ ഓർഫസ് പോവുകയാണ്. ആൻഡ് അവളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം പോകുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മാജിക് ലയർ വെച്ചിട്ട് അവിടുത്തെ ക്യാപ്റ്ററിന് അദ്ദേഹം ചാം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ, ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഹി അഗ്രീ ടു ലെറ്റ് യൂറിഡസി ഗോ ഓൺ കണ്ടീഷൻ ദാറ്റ് ഓർഫസ് വുഡ് നോട്ട് ലുക്ക് ബിഹൈൻഡ് അണ്ടിൽ ദേ സേഫ്ലി റീച്ച് ദ എർത്ത്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾ ഇവിടെ നിന്നും ഈ അണ്ടർ വേൾഡിൽ നിന്നും എർത്തിലോട്ട് പോകുന്നത് വരെ തിരിഞ്ഞു നോക്കരുത് എന്നൊരു കണ്ടീഷനായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് നമ്മുടെ ഓർഫസിനൊരു ടെൻഡൻസി ഉണ്ടാകുകയാണ് എന്ന് വെച്ചാൽ അദ്ദേഹം പോകുന്ന വഴിയിൽ അദ്ദേഹത്തെ ഫോളോ ചെയ്തിട്ട് ആരുണ്ടാവും, യൂറിഡസി ഉണ്ടാവും. പക്ഷേ ഒരിക്കൽ പോലും ഓർഫസ് തിരിഞ്ഞു നോക്കരുത്. പക്ഷെ നമ്മളൊരു ടെംപ്റ്റേഷൻ ഉണ്ട്, നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ചെയ്യാനൊരു പ്രവണത ഉണ്ടാവും. അറിയാതെ നമ്മുടെ ഓർഫസ് തിരിഞ്ഞു പോവുകയും ആ ഒരു സെക്കൻഡ് ഒരു ചാൻസ് ആയിരുന്നു, അത് അദ്ദേഹം മിസ് ഔട്ട് ചെയ്യായിരുന്നു. He lost Eurydice once again. Orpheus wandered till he was torn to pieces and sang Eurydice, Eurydice till the last breath of his life. സോ ഒരു അവസാന ശ്വാസം വരെ അദ്ദേഹം യൂറിഡസി എന്നുള്ളൊരു സോങ് പാടിയിട്ടായിരുന്നു എൻഡ് ചെയ്തത്. സോ ഇതാണ് നമ്മുടെ ഓർഫസിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിലാണ് കേട്ടോ ഇവിടെ പ്രൊവൈഡ് ചെയ്തത്. ഇനി നമുക്ക് പോയത്തിലോട്ട് മൂവ് ചെയ്യാം. ദ ഈഗിൾസ് ക്രൈയിങ് ഔട്ട് ഇൻ ഷാർട്ട് ഷ്രിൽ നോട്ട്സ്, ദ ഈഗിൾസ് കൺഫ്യൂസ്ഡ് ആർ ലുക്കിംഗ് ഫോർ ദ ലോസ്റ്റ് ബിലവഡ്. സോ ഈ ഒരു പോയത്തിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ നമ്മുടെ ഈ ഓർഫസിൻ്റെ ആ ഒരു ലോസിനെയാണ് ഇവിടെ പോയിട്ട് എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്നത്. സോ ഇവിടെ ഈഗിൾസ് ക്രൈ ചെയ്യുന്നുണ്ട്, കൺഫ്യൂസ്ഡ് ആണ്. അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ആ ലോസ്റ്റ് ആയിട്ടുള്ള ബിലവഡിനെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഞാനൊരു ഈ ഒരു പോയത്തിൻ്റെ ബിഗിനിങ്ങിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്താണ് ഓർഫസ്, അദ്ദേഹത്തിൻ്റെ ലോസ് എന്താണെന്നുള്ള കാര്യങ്ങൾ അല്ലേ. സോ ദ ഓപ്പണിംഗ് ലൈൻസ് ബിഗിൻ ടു നറേറ്റ് ദ മിത്തിക് സ്റ്റോറി അറ്റ് മിഡ് പോയിന്റ് അല്ലേ. അവിടെ ആ ഒരു ലോസ്റ്റ് ആണ് ഇവിടെ എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ആ ഒരു പെയിൻ അല്ലേ. ഇവിടെ നമ്മുടെ ഓർഫസ് ബിലവഡിന് വേണ്ടി റൂളേഴ്സ് ഓഫ് ഹെയ്ഡ്സിനെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മ്യൂസിക് ത്രൂ. സോ ഈ ഒരു മ്യൂസിക്കിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്കിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പെയിന്, ആ ഒരു ലോസും കൂടി മിക്സ്ഡ് ആണ്. ലെയേഴ്സ് ഓഫ് റോക്ക് സ്ലൈഡ് ഓൺ ഈച്ച് അതർ, ലാവ ലിക്വിഡ് ഫ്ലോസ് കാസ്കാഡിങ് ഡൗൺ. ഇവിടെ ലാവ ലിക്വിഡ് താഴോട്ട് ഒഴുകുന്നുണ്ട്. കേവ് റൂഫ്സ് ആർ പുഷ്ഡ് ആൻഡ് സ്പ്ലിൻറ്റേർഡ്. നമ്മുടെ ഈ ഒരു കേവിൻ്റെ റൂഫ് മേൽക്കൂര പുഷ് ചെയ്യുന്നുണ്ട്, അതേപോലെ അത് സ്പ്ലിൻറ്റേർഡ് ഉണ്ട്, അതെന്താ പിളരുന്നുണ്ട്. മിസ്റ്റേക്സ് ആൻഡ് ഫൈൻ ഫോളീസ് ഹൗൾ. ഇവിടെ തെറ്റുകളും അതേപോലെ വിഡിത്തങ്ങൾ ഹൗൾ ചെയ്യുന്നുണ്ട്, അലറുന്നുണ്ട്. എവറി ഐ ബെഗറ്റ്സ് ഇറ്റ്സ് മെനി ഡ്രീംസ്. എല്ലാ കണ്ണുകളും പുതിയ ഡ്രീംസിന് ബെഗറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നോ കിങ്സ് ഓർഡിനൻസ് ഈസ് ഹിയർ ഹോണേർഡ്. ഇവിടെ ഒരു കിങ്ങിൻ്റെ നിയമങ്ങൾ ഇവിടെ മാനിക്കപ്പെടുന്നില്ല, ഹോണർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ലൈൻസിലൂടെ നമ്മുടെ പോയിറ്റ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഓർഫസ് അദ്ദേഹത്തിൻ്റെ ബിലവഡിന് വേണ്ടി അണ്ടർ വേൾഡിലോട്ട് പോവുകയാണ്. ആൻഡ് റിബാക്ക് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു മാജിക് ലൈ ത്രൂ അവിടുത്തെ റൂളേഴ്സ് ഓഫ് ഹെഡ്സിനെ ഇംപ്രസ് ചെയ്യാൻ കൂടി ശ്രമിക്കുന്നുണ്ട്.
ഈ ഒരു പോയത്തിലുടനീളം ഈഗിളിലൂടെയാണ് നമ്മുടെ ഓർഫസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ഓർഫസ് എന്താണ് അണ്ടർ വേൾഡിലോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ക്യാപ്റ്ററിനെ, നമ്മുടെ റൂളേഴ്സ് ഓഫ് ഹെയ്ഡ്സിനെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ലാസ്റ്റ് ചാൻസ് തന്നിട്ടുണ്ട്. ആ റൂളർ ഒരു ലാസ്റ്റ് ചാൻസ് കൂടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ യൂറിഡസിനെ റീബാക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷേ അതും ആ ഒരു ലാസ്റ്റ് ചാൻസും ഒരു കൈൻഡ് ഓഫ് ടെംപ്റ്റേഷൻ കൊണ്ട് എന്താണ് മിസ് ഔട്ട് ചെയ്യാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസയിലോട്ട് മൂവ് ചെയ്യാം. ഇൻ എ സഡൻ ടുറൻഷ്യൽ ഡീസെൻറ്റ് ദ അൺഫോഴ്സിൻ ഈഗിൾസ് റെയിൻ ഡൗൺ, ദ സ്കൈ ഈഗിൾസ് ബേസ്റ്റ് ഇൻ ടു ദ അണ്ടർ വേൾഡ്. സോ ടുറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള പേമാരി എന്നൊക്കെ പറയില്ല, അതാണ് കേട്ടോ. അൺഫോഴ്സി എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ്. സോ ദ സ്കൈ ഈഗിൾസ് ബേസ്റ്റ് ഇൻ ടു ദ അണ്ടർ വേൾഡ്. ഇവിടെ പറയുന്നത് നമ്മൾ ഈഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് റിപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓർഫസ് ആണ്. ഇവിടെ ഓർഫസ് അദ്ദേഹത്തിൻ്റെ ബിലവഡ് എന്താ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. സോ എങ്ങോട്ടാണ് പോകുന്നത്? അണ്ടർ വേൾഡിലോട്ട് പോകുന്നുണ്ട്. എന്തിനു വേണ്ടി? നമ്മുടെ ഈ ഒരു ബിലവഡിനെ റീബാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. സോ ഈ ഒരു കാര്യമാണ് ഈ 2 ലൈനിൽ പറയുന്നത്. The world there is ruled cruelly by venomous snakes. They heard the enemy's songs. They were so pleased they began to die. They granted the boon. The beloved is yours, but do not look behind. സോ ഇവിടെ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഒരു ഫെയ്റ്റ് കാരണം കൊണ്ടല്ലേ, ഒരു വിധി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വിധികൾ എന്താണ് തിരുത്തി എഴുതാൻ പാടില്ല. സോ ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അത്രമാത്രം സ്നേഹിച്ചിരുന്ന 2 പേരെ ഇവിടെ മരണം കൊണ്ട് എന്താണ് സെപ്പറേറ്റ് ചെയ്യുകയാണ് അല്ലേ. സോ ഇവിടെ ഒരു വില്ലനായിട്ട് വന്നത് അരിസ്റ്റോവസ് ആണ് അല്ലേ. അരിസ്റ്റോവസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ഒരു യൂറിഡേസിയുമായിട്ട് സ്നേഹത്തിലാകുകയാണ്. യൂറിഡേസിയോട് കൈൻഡ് ഓഫ് സ്നേഹം തോന്നുകയാണ്. സ്നേഹത്തിലാകുകയല്ല, സ്നേഹം തോന്നിയിട്ട് എന്താണ് അവളെ ചേസ് ചെയ്യാൻ പോകുകയും അവൾ എന്താണ് ആക്സിഡൻ്റലി ഒരു സ്നേക്കിനെ ചവിട്ടുകയും ആ സ്നേക്ക് ആംഗ്രിയോടെ ഇവളെ തിരിച്ച് കടിക്കും. അവൾ എന്താണ് അറ്റ് ദ സെയിം ടൈം എന്താണ് മരിക്കുകയാണ് അല്ലേ. സോ ഇവിടെ നടക്കുന്ന അവരുടെ ഒരു സെപ്പറേഷൻ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഡെത്താണ്. സോ ഈ ഡെത്തിനെതിരെ എന്നുവെച്ചാൽ അവളെ വീണ്ടും ലൈഫിലോട്ട് റീബാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഓർഫസ് ഈ ഒരു അണ്ടർ വേൾഡിലോട്ട് പോകുന്നത്. സോ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ലയർ എന്താണ് പ്ലേ ചെയ്യുന്നുണ്ട് അല്ലേ. സോ അതാണ് ദ ഹേർഡ് ദ എനിമീസ് സോങ്സ് ദ വർ സോ പ്ലീസ്ഡ്. സോ അവരെന്താണ് ഒരു ബൂൺ ഗ്രാൻഡ് ചെയ്യുന്നുണ്ട്, ഒരു ബ്ലെസ്സിങ് കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് അല്ലേ. സോ ദ ബിലവഡ് ഈസ് യുവേഴ്സ് ബട്ട് ഡു നോട്ട് ലുക്ക് ബിഹൈൻഡ്. സോ നിങ്ങളുടെ ബിലവഡ് എന്താ നിങ്ങൾക്കാണ്, പക്ഷെ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കരുത് എന്നതായിരുന്നു കണ്ടീഷൻ. ഇനി നമുക്ക് ഫൈനൽ സ്റ്റാൻസയിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. ദ ബ്ലൈൻഡ് ഈഗിൾസ് ക്വൈറ്റ് ഇൻകാപ്പബിൾ ഓഫ് ലുക്കിംഗ് ബിഹൈൻഡ്, ഗ്രീവിംഗ് ഈഗിൾസ് who never ever had any loved one, the eagles who never ever had any loved one, the eagles crying out in short shrill notes, the eagles of the underworld burst into the sky. സോ ഇവിടെ എന്ന് പറയുന്നത് നമ്മളുടെ ഓർഫസ് എന്താണ്, ഓർഫസിന് എന്താണ് ഒരു ഇങ്ങനെ തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഒരു കൈൻഡ് ഓഫ് ടെംപ്റ്റേഷൻ കൊണ്ട് എന്താ തിരിഞ്ഞു നോക്കുകയും അദ്ദേഹത്തിൻ്റെ ബിലവഡ് എന്താ ലോസ് ചെയ്യുകയാണ് ഇവിടെ ഈ ഒരു 4-5 വരിയിൽ 5 ലൈൻസിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇവിടെ ഈഗിൾ എന്ന് പറയുമ്പോൾ ദേ ഹാവ് ലോസ് എനി പോസിബിലിറ്റി ഓഫ് ലവ്. ദി ഈഗിൾസ് ആർ ഓൾസോ ബ്ലൈൻഡ്. ദേ കനോട്ട് പോസിബിളി ടേൺ ബാക്ക് ടു സീ ആൻഡ് ചെക്ക് ഇഫ് യൂറിഡസി ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ഡെത്ത്. സോ ഈഗിൾസ് എന്ന് പറയുന്നത് ഇവിടെ ബ്ലൈൻഡാണ്. അവർക്ക് ഒരിക്കലും എന്താണ് തിരിഞ്ഞു നോക്കാൻ കഴിവില്ലാത്തവരാണ്. സ്നേഹിച്ച ആളുകളെ തിരിച്ച് കിട്ടാൻ കഴിയാത്തവരാണല്ലേ. അവരെ തിരിച്ച് റീബാക്ക് ചെയ്യാൻ കഴിയാത്തവരാണ്. പ്രിയപ്പെട്ട ഒരാളെ ലഭിക്കാതെ ദുഃഖിച്ചിരിക്കുന്നവരാണ് ഇവിടെ ഈഗിൾസിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ എക്സാക്റ്റ് എന്താണ് നമ്മുടെ ഓർഫസ് എന്ന് പറയുമ്പോൾ അത്രമാത്രം സ്നേഹിച്ച ഒരാളാണ് യൂറിഡേസി എന്ന് പറയുന്നത്. സോ അവളെ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ ഒരു വിഷമം അദ്ദേഹത്തിന് താങ്ങാൻ കഴിയാത്തതാണ് അല്ലേ. ആ ഒരു കൈൻഡ് ഓഫ് പെയിന്, ലോസ് കൊണ്ടുണ്ടാകുന്ന ഒരു കൈൻഡ് ഓഫ് പെയിനാണ് ഈ ഒരു ഈഗിളിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഒരു പോയത്തിലുടനീളം നമ്മുടെ ഓർഫസ് ഫേസ് ചെയ്യുന്ന ആ ഒരു കൈൻഡ് ഓഫ് പെയിന്, ആ ഒരു പ്രണയം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്നേഹം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, ഈ ഒരു കാര്യങ്ങളെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പോം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.